ഹായ് സ്റ്റുഡൻസ്, മൈസെൽഫ് ആദിൽ. ഞാനിവിടെ ഇൻ്റർവെൽ ക്രാഷ് 25-26 സുവോളജി ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. NCERT +1 തന്നെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ചാപ്റ്റർ. നമ്മൾ അനിമൽ കിങ്ഡം, ലിവിംഗ് വേൾഡ് ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് വന്നു. ലിവിംഗ് വേൾഡ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഈസിയാണ് തോന്നി. ആകെ 1 മാർക്കിനുള്ള ക്വസ്റ്റിനെ ലിവിംഗ് വേൾഡ് എന്ന് ചോദിക്കുകയുള്ളൂ അക്കോർഡിംഗ് ടു NCERT. പക്ഷേ പിന്നെ നമ്മൾ അനിമൽ കിങ്ഡം കണ്ടു, പേടിച്ചു, എന്തൊക്കെയോ പറഞ്ഞു, ഒരുപാട് ഫൈലംസ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏകദേശം ട്രാക്കിലായി. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന ചാപ്റ്റർ നമ്മുടെ തവളയെക്കുറിച്ച് പഠിച്ചു, തവളയുടെ ബോഡി കീറി മുറിച്ച് പഠിച്ചു. അപ്പോൾ നമുക്ക് ഏകദേശം സുവോളജി ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴാണ് ആര് വരുന്നത്? ബയോമോളിക്യൂൾസ് എന്ന വില്ലൻ വരുന്നത്. ഓക്കെ, ചാപ്റ്റർ 4 ബയോമോളിക്യൂൾസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഹോൾ ഏരിയ കവർ ചെയ്യുന്നതിന് പകരം ഇതിൽ നിന്നും 100% ഷുവറായിട്ട് കഴിഞ്ഞ 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ബയോമോളിക്യൂൾസ്. ഏത് ഏരിയ? എൻസൈം എന്ന ഏരിയ. എൻസൈം എന്ന ഏരിയയിൽ എങ്ങനെ പോയാലും ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ അവിടെ നിന്ന് പോകില്ല. ഇനിയിപ്പോൾ നീറ്റിന് നോക്കുകയാണെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എൻസൈം എന്ന് മാത്രം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് എൻസൈം? എൻസൈം എന്ന് പറഞ്ഞാൽ എ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അതായത് ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ ഒരുപാട് ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ജീവനുള്ള എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ ശ്വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈജഷൻ നടക്കുന്നുണ്ട്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബയോ കെമിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന ഒരാൾ മാത്രമാണ് എൻസൈം. അപ്പോൾ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്റർ, അതിൽ എൻസൈം പറഞ്ഞ ടോപ്പിക്. വാട്ട് ഈസ് എൻസൈം? എൻസൈം ഈസ് എ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് വിച്ച് പ്രൊമോട്ട് ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് ഇൻ എ ലിവിംഗ് ഓർഗാനിസം. ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ശരീരത്തിൽ നടക്കുന്ന ബയോ കെമിക്കൽ ആക്ടിവിറ്റീസിന്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന ഒരാൾ മാത്രമാണ് ആര്? എൻസൈം. എൻസൈമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് മിക്ക എൻസൈമും, മോസ്റ്റ് ഓഫ് ദ എൻസൈം എന്താണ്? മോസ്റ്റ് ഓഫ് ദ എൻസൈംസും പ്രോട്ടീനാണ്. മോസ്റ്റ് ഓഫ് ദ എൻസൈം പ്രോട്ടീനാണ്. ഈ ചാപ്റ്ററിൽ തന്നെ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർമ്മയില്ലെങ്കിൽ പ്രശ്നമില്ല, ഒന്നുമില്ല. ഇങ്ങനെ അമിനോ ആസിഡ് ഒരു ചെയിന് പോലെ കോർത്തതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോട്ടീൻ എന്ന് വിളിക്കുക. അപ്പോൾ മിക്ക എൻസൈമും എന്താണ്? പ്രോട്ടീനാണ്. എൻസൈമിൻ്റെ പണി എന്താണ്? ബയോ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുക. ഏത് റിയാക്ഷൻ നടക്കുകയാണെങ്കിലും അത് മെല്ലെ നടന്നു പോവുക. കാരണം ഇപ്പോൾ ഒരാൾ മെല്ലെ നടന്നു പോവുകയാണ്, നമ്മളൊന്ന് തള്ളണം അയാൾ സ്പീഡിൽ നടക്കാൻ. അതുപോലെ തന്നെ ഒരു ബയോ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒന്ന് സ്പീഡ് കൂട്ടണം. ആ സ്പീഡ് കൂട്ടുന്ന ആളാണ് ആര്? എൻസൈം. ഞാൻ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ എൻസൈമും എന്താണ്? പ്രോട്ടീനാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റൈസോസൈം എന്ന് പറഞ്ഞ എക്സെപ്ഷണൽ സാധനം എന്തല്ല? പ്രോട്ടീൻ അല്ല. പകരം എന്താണ്? ന്യൂക്ലിക് ആസിഡ് ആണ്. ഓക്കെ, നമ്മൾ DNA കാണുന്ന പോലുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് ആര്? റൈബോസൈം. ഓക്കെ, അപ്പോൾ എൻസൈംസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അത് എന്തിൻ്റെ സ്പീഡ് കൂട്ടും? ബയോ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടും. എല്ലാ എൻസൈമും പ്രോട്ടീനാണ്. ഏതൊഴികെ? റൈബോസൈം എന്ന് പറഞ്ഞ എൻസൈം ഒഴികെ ബാക്കി എല്ലാ എൻസൈമുകളും പ്രോട്ടീനാണ്. ഇനി എൻസൈമിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എൻസൈം ഒരു റിയാക്ഷൻ്റെ സ്പീഡ് പെട്ടെന്ന് കൂട്ടുക എന്നുള്ളതാണ്. എൻസൈമിൽ നിങ്ങൾ ഈ ഒരു 3 പോയിന്റ്സ് പഠിച്ചാൽ എൻസൈമിൻ്റെ 75% ഏരിയയും ക്ലിയർ ആയി. 3 പോയിന്റ് ഏതൊക്കെയാണ്? സബ്സ്ട്രേറ്റ്, ആക്റ്റീവ് സൈറ്റ്, എൻഡ് പ്രോഡക്റ്റ്. ഓക്കെ, സബ്സ്ട്രേറ്റ്, ആക്റ്റീവ് സൈറ്റ്, എൻഡ് പ്രോഡക്റ്റ്. ഇനി നോക്കുക, ഇതാണ് ഒരു എൻസൈം എന്ന് വിചാരിച്ചോളൂ. ഇതൊരു എൻസൈമിൻ്റെ അടുത്തേക്ക് ഒരു സബ്സ്ട്രേറ്റ് വന്നു. ഈ സബ്സ്ട്രേറ്റ് ഇങ്ങനെ വന്ന് ഈ എൻസൈമിൻ്റെ ഉള്ളിലിരിക്കും. ഈ ഉള്ളിലിരിക്കാൻ വരുന്ന ഈ ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്റ്റീവ് സൈറ്റ്. വരുന്ന ആളെയാണ് എന്ത് വിളിക്കുക? സബ്സ്ട്രേറ്റ്. ഇതിനെ സ്വീകരിക്കാൻ നിൽക്കണം, ഇങ്ങനെ തൊള്ള തുറന്ന് നിൽക്കുന്ന ആളാണ് ആര്? എൻസൈം. എൻസൈം ഇങ്ങനെ വരും. ആരാ വരുന്നത്? സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ അടുത്തേക്ക് വരും. സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമിൽ ഇരിക്കുന്ന സ്ഥലമാണ് ആക്റ്റീവ് സൈറ്റ്. ഇതിവിടെ വന്ന് ഇരുന്നു. നോക്കിക്കോ, ഇതിങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു. എവിടെയാണ് ഇരുന്നത്? ഇരുന്ന സ്ഥലമാണ് ആക്റ്റീവ് സൈറ്റ്. വന്നത് ആരാണ്? സബ്സ്ട്രേറ്റ് ആണ് വന്നത്. വന്നു, ഇരുന്നു. എൻസൈം കുറച്ച് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് ഈ സാധനം സബ്സ്ട്രേറ്റ് പുറത്തേക്ക് പോയി. സബ്സ്ട്രേറ്റ് നേരെ പുറത്തേക്ക് വരുമ്പോൾ സബ്സ്ട്രേറ്റിൻ്റെ പേരെന്തായി മാറ്റും? പ്രോഡക്റ്റായി മാറും. പ്രോഡക്റ്റ്. അത് അവസാനം കിട്ടുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? എൻഡ് പ്രോഡക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് സൈറ്റ്, സബ്സ്ട്രേറ്റ്, എൻഡ് പ്രോഡക്റ്റ്. ആദ്യം ഇതാണ് എൻസൈം എന്ന് വിചാരിച്ചോളൂ. ഒരു സബ്സ്ട്രേറ്റ് ഇങ്ങനെ വരുന്ന ഈ ഒരു സ്ഥലത്തിനെ, എൻസൈമിൽ ഇത് വന്നിരിക്കുന്ന സ്ഥലമാണ് എന്ത്? ആക്റ്റീവ് സൈറ്റ്. സബ്സ്ട്രേറ്റ് ഇങ്ങനെ വന്നു, ആക്റ്റീവ് സൈറ്റിൽ ഇരുന്നു. ഇത് തമ്മിൽ ലോക്കായി, കുറച്ച് ചേഞ്ചസ് സംഭവിച്ചു. ഇതെന്തായി മാറി? പ്രോഡക്റ്റ് പുറത്തേക്ക് വരും. വരുന്ന പ്രോഡക്റ്റ് ആണ് ഏത് പ്രോഡക്റ്റ്? എൻഡ് പ്രോഡക്റ്റ്. ഇതാണ് നമുക്ക് ഈ എൻസൈമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ
ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് എൻസൈം. വാട്ട് ഈസ് എൻസൈം? എൻസൈം ഈസ് എ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ഇതിൻ്റെ പണി എന്തായിരുന്നു? ഏത് റിയാക്ഷനും, എങ്ങനത്തെ റിയാക്ഷൻ? ബയോ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന എൻസൈമുകൾ മോസ്റ്റും എന്തായിരുന്നു? പ്രോട്ടീൻ ആയിരുന്നു. പ്രോട്ടീൻ ചെയിൻ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. പക്ഷേ ഒരാളൊഴികെ ബാക്കി എല്ലാവരും പ്രോട്ടീനാണ്. ആരാണ് അയാൾ? റൈബോസൈം. റൈബോസൈം പ്രോട്ടീൻ ആണോ? അല്ല, ന്യൂക്ലിക് ആസിഡ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുക എന്ന് വെച്ചാൽ എൻസൈം സബ്സ്ട്രേറ്റ് വരുന്നത് സബ്സ്ട്രേറ്റ് സ്വീകരിക്കാൻ നിൽക്കുന്നത് എൻസൈം ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്തിനാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുക. അപ്പോൾ സബ്സ്ട്രേറ്റ് ഇങ്ങനെ എൻസൈമിൻ്റെ അടുത്ത് വന്നു, ഇവിടെ വന്നിരുന്നു, ലോക്കായി, കുറച്ച് ചേഞ്ചസ് സംഭവിച്ചു, പുറത്തേക്ക് സബ്സ്ട്രേറ്റ് പോയി. സബ്സ്ട്രേറ്റ് പുറത്തേക്ക് വന്നാൽ അതിൻ്റെ പേര് വേറെയാണ്. എന്താണ് അതിനെ വിളിക്കുക? പ്രോഡക്റ്റ് ആണ്. അവസാനം കിട്ടുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിനെന്ത് വിളിക്കും? എൻഡ് പ്രോഡക്റ്റ് എന്ന് വിളിക്കും. ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് കിട്ടി. ബേസിക് ഡീറ്റെയിൽസ് കിട്ടിയാൽ ഇനിയുള്ളത് സിമ്പിളായിട്ട് പോകും. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് ഒന്നുകൂടി നോക്കാം. എൻസൈമിൻ്റെ അടുത്തേക്ക് വരുന്നത് സബ്സ്ട്രേറ്റ്, എൻസൈമും സബ്സ്ട്രേറ്റും കൂടി കലരും പുറത്തേക്ക് പോകുന്നതാണ് എൻഡ് പ്രോഡക്റ്റ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ നോക്കുക സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു സാധനം? വരുന്ന സാധനത്തിനെയാണ് എന്ത് വിളിക്കുക? സബ്സ്ട്രേറ്റിൻ്റെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു വെച്ചോ. നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ ആവശ്യമുണ്ട്. ഇക്വേഷൻ മീൻസ് മാത്സ് പോലെ നമുക്ക് വലിയ ഇക്വേഷൻസ് ഒന്നുമില്ല, സിമ്പിൾ ഇക്വേഷൻസ് ആണ്. സബ്സ്ട്രേറ്റിൻ്റെത് എസ്, അതുപോലെ തന്നെ ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ആക്റ്റീവ് സൈറ്റിന് പ്രത്യേകിച്ച് പേരൊന്നും വേണ്ട, എന്നാലും നമുക്ക് കൊടുക്കുക ആക്റ്റീവ് സൈറ്റിന് എ. ആക്റ്റീവ് സൈറ്റ് എന്തായിരുന്നു? അതായത് എൻസൈമിലേക്ക് സബ്സ്ട്രേറ്റ് വന്ന് ആദ്യം ടച്ച് ചെയ്യണ സ്ഥലത്തിനാണ്, അല്ലെങ്കിൽ ഇത് വരുന്ന സ്ഥലത്തിനെയാണ് എന്ത് വിളിക്കുക? ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കുക. ആക്റ്റീവ് സൈറ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് സബ്സ്ട്രേറ്റ് വന്നു, ആക്റ്റീവ് സൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് സബ്സ്ട്രേറ്റ് കുറച്ച് ചേഞ്ച് വന്നു, സബ്സ്ട്രേറ്റ് പുറത്തേക്ക് പോകുന്ന സാധനത്തിന് എന്ത് വിളിക്കും? എൻഡ് പ്രോഡക്റ്റ് എന്ന് വിളിക്കും. NCERT പറഞ്ഞതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ക്രൂഷ്യൽ പോയിന്റ്സിൽ ഫസ്റ്റ് പോയിന്റ്, മിക്ക എൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എൻസൈംസ് എന്ന് തന്നെ പറയാം. മിക്ക എൻസൈംസും ഏത് ഡിഗ്രി ടെമ്പറേച്ചറിൽ എന്തായി പോകും? നശിച്ചു പോകും. എത്ര ഡിഗ്രിയിൽ? 40 ഡിഗ്രി സെൽഷ്യസിന് മേലെ പോയാൽ 90% ഓഫ് എൻസൈംസും എന്തായി പോകും? മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനേ നിൽക്കും. എന്നാൽ ഹോട്ട് വെൻസ് അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്തും അത് സർവൈവ് ചെയ്യാൻ പറ്റുന്ന എൻസൈംസും ഉണ്ട്. ഓക്കെ, ഇത് വളരെ രസകരമായ ടോപ്പിക്കാണ്. 40 ഡിഗ്രി സെൽഷ്യസിൽ മിക്ക എൻസൈമും എന്തായി പോകും? ഡിസ്ട്രോയിഡ് ആയി പോകും. എന്നാലും ചില ഹോട്ട് വെൻസിൽ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഏകദേശം ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ടു 90 ഡിഗ്രി സെൽഷ്യസിൽ വരെ സർവൈവ് ചെയ്യുന്ന എൻസൈംസും ഉണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ഞാനിവിടെ വരക്കുന്നുണ്ട്, നോക്കിക്കോട്ടോ. ഇതാണ് എൻസൈമിൻ്റെ പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എൻസൈമും സബ്സ്ട്രേറ്റും. എൻസൈമിൻ്റെ ഉള്ളിലേക്ക് സബ്സ്ട്രേറ്റ് വരുമ്പോൾ സബ്സ്ട്രേറ്റ് ഇവിടെ ഫിറ്റ് ആവണം എന്നില്ല. വരുന്ന സബ്സ്ട്രേറ്റിന് പല ഷേപ്പ് ആകാം. എൻസൈമിന് ഒറ്റ ഷേപ്പുള്ളൂ, എൻസൈം ഇങ്ങനെ ഫിക്സ്ഡ് ആകാറ്. വരുന്ന സബ്സ്ട്രേറ്റ് ഏത് ഷേപ്പിലും ആകാം. അപ്പോൾ സബ്സ്ട്രേറ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നാൽ എൻസൈം അതിനെ ടൈറ്റ്ലി ബൗണ്ട് ചെയ്യും. അതിൻ്റെ ഷേപ്പ് എൻസൈം മാറ്റാൻ വളരെ റെഡിയാണ്. എൻസൈം എല്ലാത്തിനും ഫ്ലെക്സിബിൾ ആണ്. എൻസൈം ഇങ്ങനെ നിൽക്കും, സബ്സ്ട്രേറ്റ് ഇങ്ങനെ വരും. സബ്സ്ട്രേറ്റ് വന്നാൽ അതിനനുസരിച്ചുള്ള ചേഞ്ച് ആർക്ക് വരും? എൻസൈമിന് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയ സബ്സ്ട്രേറ്റാണ് വരുന്നത് വിചാരിച്ചോ, എൻസൈം വലുതാണ്. ഇങ്ങനെ വന്ന് ആക്റ്റീവ് സൈറ്റിൽ ഇടിച്ചാൽ ഈ എൻസൈം ഇതിനെങ്ങനെ ടൈറ്റാക്കി ആർക്കാണ് ചേഞ്ച് വന്നത്? എൻസൈമിൻ്റെ ഷേപ്പ് എന്തായി മാറും? ചേഞ്ചായി മാറും. അപ്പോൾ നോക്കിക്കോ, എൻസൈം സബ്സ്ട്രേറ്റ് വന്നു, എൻസൈമിൻ്റെ ഷേപ്പ് മാറിയതിന് ശേഷമാണ് പുറത്തേക്ക് എൻഡ് പ്രോഡക്റ്റ് വരിക. ഓക്കെ, അപ്പോൾ ഷേപ്പ് മാറി എൻഡ് പ്രോഡക്റ്റ് പുറത്തേക്ക് വന്ന എൻഡ് പ്രോഡക്റ്റ് പോയാൽ വീണ്ടും എൻസൈം ഒറ്റയ്ക്കല്ലേ, എൻസൈം അടുത്ത സബ്സ്ട്രേറ്റിനെ തപ്പി ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് NCERTയുടെ ഒരു മൂലക്കൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് നോക്കണം. കാരണം നീറ്റ് എക്സാംസിന് ഇതാണ് പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് വരലുണ്ട്. അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ശ്രദ്ധിച്ചിരുന്നോ? ആദ്യം എൻസൈം അടുത്തേക്ക് വരുന്ന ആളാരായിരുന്നു? സബ്സ്ട്രേറ്റും എൻസൈമും കൂടി ചേർന്നു, ES. എൻസൈം സബ്സ്ട്രേറ്റ്, എൻസൈമിൻ്റെ അടുത്തേക്ക് സബ്സ്ട്രേറ്റ് വന്നു, ES ആയി. ഇനി നോക്കാം, ES കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റിന് ഇങ്ങനെ വന്നു, എൻസൈമും സബ്സ്ട്രേറ്റും കൂടി കലർന്നു, സബ്സ്ട്രേറ്റിന് ചേഞ്ച് വരും. പിന്നെ സബ്സ്ട്രേറ്റ് എന്തായി മാറും? പ്രോഡക്റ്റായി മാറും. സബ്സ്ട്രേറ്റ് എന്തായി മാറി? പ്രോഡക്റ്റായി മാറി. പ്രോഡക്റ്റ് പിന്നെ എൻസൈമിൽ നിന്നും വിട്ട് പിരിഞ്ഞു പോരും. അപ്പോൾ എൻസൈം ഒറ്റക്കായി, പ്രോഡക്റ്റും ഒറ്റക്കായി. ഓക്കെ, അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും കൂടിക്കലർന്നപ്പോൾ എൻസൈം പ്രോഡക്റ്റ് പുറത്തേക്ക് പോയി, E+P. ഇതാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. എൻസൈമും സബ്സ്ട്രേറ്റും ഒറ്റക്കായിരുന്നു ആദ്യം, E+S. പിന്നെ എൻസൈമും സബ്സ്ട്രേറ്റും കൂടിക്കലർന്നു, ES.
പിന്നെ സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിൽ നിന്നും എന്തായി മാറി, പ്രോഡക്റ്റായി മാറി, എൻസൈമും പ്രോഡക്റ്റും. പിന്നെ എന്തായി മാറി, എൻസൈമും പ്രോഡക്റ്റും വേറെ വേറെ നിന്നു. ഓക്കെ, ഇതാണ് ഇതിലെ മറ്റൊരു ക്രൂഷ്യൽ പോയിന്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി എങ്ങനെയാണ്, എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ ഒരു ചിത്രം ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു മൂലക്കൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു 2 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പിള്ളേർക്ക് അറിയില്ല. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇതിൽ നോക്കേണ്ട ആദ്യം ഇത് മനസ്സിലാവണമെങ്കിൽ ആക്ടിവേഷൻ എനർജി എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് ഇക്വേഷൻ? എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ്. എൻസൈമും സബ്സ്ട്രേറ്റും ഉണ്ടായിരുന്നു. എൻസൈമും സബ്സ്ട്രേറ്റും ഒരുമിച്ച് കൂടി ചേർന്നു. എൻസൈമും ഇയും എസും ഒരുമിച്ചായി. ഈ വരുന്നു, സബ്സ്ട്രേറ്റ് വരുന്നു, ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ആക്റ്റീവ് സൈറ്റ്. എൻസൈം സബ്സ്ട്രേറ്റ് രണ്ടും കൂടി ചേർന്നു. എൻസൈമിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറും. എൻസൈം സബ്സ്ട്രേറ്റ് ആയി. സബ്സ്ട്രേറ്റ് പിന്നെ എന്തായി മാറി? പ്രോഡക്റ്റായി മാറി. ഇതിൻ്റെ പേരൊന്ന് മാറി ഉള്ളിൽ വരുമ്പോൾ, പ്രോഡക്റ്റ്, എൻഡ് പ്രോഡക്റ്റ് ആയി. അപ്പോൾ എൻസൈം എന്തായി? എൻഡ് പ്രോഡക്റ്റിനെ ആക്കി മാറ്റി. എന്നിട്ട് ഈ എൻഡ് പ്രോഡക്റ്റ് എന്തെയും പുറത്തേക്ക് പോകും. അതായത് എൻസൈം അവിടെ ഒറ്റക്കാവും, എൻഡ് പ്രോഡക്റ്റ് പുറത്തേക്ക് പോകും. ഇനി എൻസൈമിന് സഹായിക്കുന്ന ഒരു സാധനമാണ്, ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു മിനിമം എനർജി വേണം. മിനിമം ഒരു എനർജി ഉണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ നടക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതി പാസ്സാണെങ്കിൽ മിനിമം മാർക്ക് വേണം. അതുപോലെ തന്നെ ശരീരത്തിൽ എന്ത് റിയാക്ഷൻ നടക്കണമെങ്കിലും ഒരു മിനിമം എനർജി വേണം. ആ മിനിമം എനർജീനെ ആണ് എന്ത് വിളിക്കുക? ആക്ടിവേഷൻ എനർജി. ഒരു റിയാക്ഷൻ ആക്റ്റീവ് ആവാനുള്ള എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്ടിവേഷൻ എനർജി. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഒരു റിയാക്ഷനാണ്, ഇവിടെ 2 റിയാക്ഷൻ വരച്ചിട്ടുണ്ടോ. ഫസ്റ്റ് റിയാക്ഷൻ ഇങ്ങനെ, രണ്ടാമത്തെ റിയാക്ഷൻ ഇങ്ങനെ. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ഇതിൽ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും അറിയണം. അത് 8ാം ക്ലാസ്സിലത്തെ ഗ്രാഫ് അറിയണം. ഇത് ഇങ്ങനെ കിടക്കുന്നതാണ് എക്സ് ആക്സിസ്, മേലോട്ട് പോകുന്നത് വൈ ആക്സിസ്. അത് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ഇത് വൈ, ഇത് എക്സ്. ഓക്കെ, അപ്പോൾ വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് കാണിക്കുന്നത്, പൊട്ടൻഷ്യൽ എനർജി. എക്സ് ആക്സിസിൽ എന്താണ് കാണിക്കുന്നത്? പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ ആണ് കാണിക്കുന്നത്. ഇനി നോക്കിക്കോ, ഫസ്റ്റത്തെ റിയാക്ഷൻ ഇങ്ങനെ പോയി, പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കൂടി, വൈ ഇങ്ങനെ കൂടി എന്തായി മാറി? എൻഡ് പ്രോഡക്റ്റ് ആയി. ശ്രദ്ധിച്ചോ, എൻഡ് പ്രോഡക്റ്റ് ആയി. എൻഡ് പ്രോഡക്റ്റ് ഇവിടെ എത്തുമ്പോൾ എൻഡ് പ്രോഡക്റ്റ് ആവും. രണ്ടാമത്തെ റിയാക്ഷനും എന്തായി മാറി? എൻഡ് പ്രോഡക്റ്റ് ആയി. രണ്ടും എൻഡ് പ്രോഡക്റ്റ് ആണ് ആവുന്നത്. പക്ഷെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എൻഡ് പ്രോഡക്റ്റ് ആവുന്നത് ആരാ? എ ആണോ ബി ആണോ? ഫാസ്റ്റ് ആയിട്ട് ആകുന്നത് ബി ആണ്. ഓക്കെ, ഇതിന് കുറേ സമയമെടുത്ത് ഇങ്ങനെ പോയിട്ടാണ് എൻഡ് പ്രോഡക്റ്റ് ആവുന്നത്. ഇത് പെട്ടെന്ന് ആവുന്നുണ്ട്. പെട്ടെന്നൊരു റിയാക്ഷൻ സംഭവിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്, എൻസൈം. അപ്പോൾ ഇതിൽ ഏത് റിയാക്ഷൻ ആയിരിക്കും എൻസൈം കൂടെ ഉണ്ടാവുക? ഓഫ് കോഴ്സ് ബിയിലായിരിക്കും. കാരണം ബി പെട്ടെന്ന് റിയാക്ഷൻ നടന്ന എൻഡ് പ്രോഡക്റ്റ് ആവുന്നത്. അപ്പോൾ എൻസൈം ഉപയോഗിച്ച റിയാക്ഷനാണ് ഇത്. എൻസൈം ഉപയോഗിച്ച റിയാക്ഷനാണ് ഇത്. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്തില്ല? എൻസൈം ഇല്ല. അപ്പോൾ എൻസൈമിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ഒരു റിയാക്ഷൻ സ്പീഡിൽ എന്തായി മാറണം? എൻഡ് പ്രോഡക്റ്റ് ആയി മാറണം. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് എന്തായത്? എൻഡ് പ്രോഡക്റ്റ് ആയത്. രണ്ടാമത്തെ റിയാക്ഷൻ മെല്ലെ ഇങ്ങനെ ചെന്നിട്ട് എൻഡ് പ്രോഡക്റ്റ് ആയി. രണ്ടാമത്തെ റിയാക്ഷൻ പെട്ടെന്ന് എന്ത് ചെയ്തു? എൻഡ് പ്രോഡക്റ്റ് ആയി. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് എൻഡ് പ്രോഡക്റ്റ് ആവാൻ ആരാണ് സഹായിച്ചത്? എൻസൈമാണ് സഹായിച്ചത്. അപ്പോൾ ആക്ടിവേഷൻ എനർജി കുറക്കാൻ ആര് സഹായിക്കും? എൻസൈം സഹായിക്കും. അപ്പോൾ സ്പീഡ് കൂടും. ആക്ടിവേഷൻ എനർജിക്ക് വേണ്ടി ഇതിങ്ങനെ കാത്തു നിൽക്കും. ഇതിങ്ങനെ കാത്തു നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും? പിന്നെ പെട്ടെന്നാണ് എന്തായി മാറുക? എൻഡ് പ്രോഡക്റ്റ് ആവുക. ഇതിന് പിന്നെ കാത്തുക്കുന്ന സമയമൊന്നുമില്ല. എൻസൈം വന്നു, പെട്ടെന്ന് പ്രോഡക്റ്റ് ആവാൻ പറഞ്ഞു, പ്രോഡക്റ്റ് ആയി. ക്ലിയർ? അപ്പോൾ ആദ്യത്തേതും രണ്ടാമത്തേതും ഈ ഒരു ഗ്രാഫ് ഇതേപോലെ NCERT ടെക്സ്റ്റിലുണ്ട്. ഗ്രാഫ് നിങ്ങൾ അതേപോലെ വരക്കാനൊന്നും ചോദിക്കൂല. ഗ്രാഫ് തന്നിട്ട് ഇതിൽ ഏത് റിയാക്ഷനാണ് എൻസൈം വെച്ചിട്ട് എൻസൈമിൻ്റെ സഹായത്തോടെ എൻഡ് പ്രോഡക്റ്റ് ആയി മാറിയത് എന്ന ക്വസ്റ്റ്യൻ തരും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ A, B. Which reaction has taken place with the help of enzyme? അപ്പോൾ നമ്മൾ ഏത് എഴുതണം? ബി. അപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ വരും, എന്താണ് എൻസൈം? അത് നമ്മൾ ആദ്യം ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. എൻസൈം ഈസ് എ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അതെന്ത് ചെയ്യും? ബയോകെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നോക്ക്, ഇവിടെ തന്നെ സംഭവിച്ചത്. ആദ്യത്തതിന് ഒരുപാട് സമയത്ത് പ്രോഡക്റ്റ് ആയി. രണ്ടാമത്തത് എന്ത് ചെയ്തു? പെട്ടെന്ന് ഈ റിയാക്ഷൻ്റെ പണി കഴിഞ്ഞു, എന്തായി മാറി? പ്രോഡക്റ്റ് ആയി. അപ്പോൾ പെട്ടെന്ന് ആവാൻ സഹായിക്കുന്ന ആളാണ് ആര്? എൻസൈം. അപ്പോൾ ഇവിടെ ആക്ടിവേഷൻ എനർജി പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ഒരു റിയാക്ഷൻ നടക്കാനുള്ള മിനിമം എനർജിയാണ് ആക്ടിവേഷൻ എനർജി. ഫസ്റ്റ് റിയാക്ഷൻ
ഇങ്ങനെ പോയി ആക്ടിവേഷൻ എനർജിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, മെല്ലെ എന്തായി മാറി, എൻഡ് പ്രോഡക്റ്റായി. രണ്ടാമത്തത് ആക്ടിവേഷൻ എനർജി ഇങ്ങനെ പോയി പെട്ടെന്ന് നമ്മൾ എൻസൈമിന് കൊടുത്തപ്പോൾ പെട്ടെന്ന് എന്തായി മാറി, എൻഡ് പ്രോഡക്റ്റായി മാറി. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫ് തന്നിട്ട് എൻസൈം ഉള്ളതേത് ഇല്ലാത്തതേത് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. മുമ്പ് വന്നിട്ടുള്ളതാണ്, അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഗ്രാഫിലും ഏറ്റവും ചെറിയ ഗ്രാഫായിരിക്കും എൻസൈം വെച്ചിട്ട് സഹായിക്കുന്നത്, എൻസൈമിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്നത്. എൻസൈമിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്താൽ എന്ത് കുറയും, ആക്ടിവേഷൻ എനർജി കുറയും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ എൻസൈമിൻ്റെ റിയാക്ഷൻ, എൻസൈമിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് pH-ഉം ടെമ്പറേച്ചറും. ഇതിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫ് രണ്ടും വരക്കാൻ വളരെ സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു എൻസൈം ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ ഇങ്ങനെ എൻസൈമിൻ്റെ റിയാക്ഷൻ കൂടി ഈ പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്താണ്, മാക്സിമം ഹൈറ്റിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പോയി ഈ റിയാക്ഷൻ എന്താണ്, ഏറ്റവും മാക്സിമത്തിലാണ്. ഒരു ലെവൽ എത്തുമ്പോൾ എൻസൈമിൻ്റെ റിയാക്ഷൻ ഏറ്റവും മാക്സിമം എത്തും. അതിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം എന്ന് വിളിക്കും, ഒപ്റ്റിമം. അപ്പോൾ ഏറ്റവും മാക്സിമം pH-ൽ എത്തുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, ഒപ്റ്റിമം pH എന്ന് വിളിക്കും. ഏറ്റവും മാക്സിമം ടെമ്പറേച്ചറിൽ എൻസൈമിൻ്റെ റിയാക്ഷൻ എത്തുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ എൻസൈമിൻ്റെ റിയാക്ഷൻ ഏറ്റവും മാക്സിമം എത്തുന്നതിന് ഒപ്റ്റിമം pH എന്നും ഏറ്റവും മാക്സിമം എത്തുന്ന ടെമ്പറേച്ചർ നമ്മൾ എന്ത് വിളിക്കും, ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നും വിളിക്കും. ഓക്കെ, ടെമ്പറേച്ചർ ഈ ഒപ്റ്റിമം ലെവൽ കഴിഞ്ഞാൽ ഡൗൺ ആവും, അത് നമ്മൾ അത്ര ഫോക്കസ് ചെയ്യേണ്ട. എന്താണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ, എന്താണ് ഒപ്റ്റിമം pH എന്ന് ചോദിച്ചാൽ എൻസൈമിൻ്റെ റിയാക്ഷൻ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ എത്തുമ്പോൾ ഏറ്റവും മാക്സിമം ആവും. ആ മാക്സിമം ആവുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഒപ്റ്റിമം pH എന്നും. ഒരു മാക്സിമം ടെമ്പറേച്ചർ എത്തുമ്പോൾ എൻസൈമിൻ്റെ റിയാക്ഷൻ മാക്സിമം ആവും, ആ ടെമ്പറേച്ചറിന് എന്ത് വിളിക്കും, ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കും. പിന്നെ ഒരു എക്സ്ട്രാ പോയിന്റ്സ്, രണ്ട് എക്സ്ട്രാ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. എൻസൈമിന് എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ ഡിസ്ട്രോയ് ചെയ്യാതെ നിൽക്കാൻ പറ്റും? 40 ഡിഗ്രിയിൽ കൂടിയാൽ എൻസൈം എന്തായി പോകും, നശിച്ചു പോകും. അവിടെ നോക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻസൈമിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. എൻസൈമിനെ പ്രിസർവ് ചെയ്ത് ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റും ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ. അപ്പോൾ ആ ഒപ്റ്റിമം ലെവൽ നോക്കണേ, എത്രയായിരുന്നു, 40 ഡിഗ്രി സെൽഷ്യസ്. 40-ൽ കുറവാണെങ്കിൽ എൻസൈമിന് ഒരു പ്രശ്നമില്ല, എൻസൈമിനെ നമുക്ക് കുറേ കാലം സംരക്ഷിച്ച് വെക്കാൻ പറ്റും. എന്നാൽ ഹൈ ടെമ്പറേച്ചറിലാകുമ്പോൾ എൻസൈം ഡിസ്ട്രോയ് ആകപ്പെടും. കാരണം പ്രോട്ടീൻ എന്തായി മാറി, പ്രോട്ടീൻ എന്ന സംഭവം നശിച്ചു പോയി, പ്രോട്ടീൻ നശിക്കും. മിക്ക എൻസൈമും എന്തായി മാറിയിരുന്നു, മിക്ക എൻസൈമും പ്രോട്ടീൻ ആയിരുന്നു, നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നോക്കുക, എൻസൈം ഒരു പെർട്ടിക്കുലർ pH എത്തുമ്പോൾ മാക്സിമം റിയാക്ഷൻ സ്പീഡ് കാണിക്കും. ആ മാക്സിമം pH-നെ, ആ ഒരു ലെവൽ pH-നെയാണ് എന്ത് വിളിക്കുക, ഒപ്റ്റിമം pH. അതുപോലെ തന്നെ മാക്സിമം ഒരു പോയിന്റ് എത്തുമ്പോൾ മാക്സിമം റിയാക്ഷൻ കാണിക്കും, ആ പോയിന്റിനെയാണ് എന്ത് വിളിക്കുക, ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. ഇനി നോക്കേണ്ടത്, ലോ ടെമ്പറേച്ചറിൽ എൻസൈമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാൻ പറ്റും. ഹൈ ടെമ്പറേച്ചറിൽ എൻസൈം എന്തായി മാറും, നശിച്ചു പോകും. രണ്ടാമത്തെ ഒരു കാര്യമാണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്താണെന്ന് വെച്ചാൽ എൻസൈമിൻ്റെ റിയാക്ഷനെ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഫാക്ടേഴ്സ് ഒപ്റ്റിമം pH-ഉം ഒപ്റ്റിമം ടെമ്പറേച്ചറും. അത് നമ്മൾ പറഞ്ഞു. ഒരു ലെവലിൽ എത്തുമ്പോൾ മാക്സിമം എത്തുന്ന ഒരു ലെവൽ ഓഫ് pH ലെവലിനെയാണ് എന്ത് വിളിക്കുക, ഒപ്റ്റിമം pH. മാക്സിമം പോയിന്റിൽ എത്തുന്ന ടെമ്പറേച്ചറിനെ എന്ത് വിളിക്കും, ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ഇത് കഴിഞ്ഞാലുള്ളതാണ് എൻസൈം ഉണ്ട്, സബ്സ്ട്രേറ്റ് ഉണ്ട്. ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ ഇതാ 3 എൻസൈം ഉണ്ട്, ഇവിടെ 5 സബ്സ്ട്രേറ്റും ഉണ്ട്. 5 സബ്സ്ട്രേറ്റ് ഉണ്ട്. എത്ര എൻസൈം ഉള്ളൂ, 3 എൻസൈം ഉള്ളൂ. എത്ര സബ്സ്ട്രേറ്റ് ഉണ്ട്, 5 സബ്സ്ട്രേറ്റ് ഉണ്ട്. അപ്പോൾ ഈ 5 എണ്ണവും വന്നിരിക്കാൻ പറ്റുമോ, ഇല്ല. 3 എൻസൈമേ ഉള്ളൂ. അപ്പോൾ 3 സബ്സ്ട്രേറ്റ് ഇതിൽ വന്നിരിക്കും. 3 സബ്സ്ട്രേറ്റ് വന്നിരിക്കും. ബാക്കി എത്ര എണ്ണം ഉണ്ട്, ബാക്കി 2 എണ്ണം ഉണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റിൻ്റെ എണ്ണം കൂടിയാൽ അവിടെ എന്താവും, എൻസൈമിൻ്റെ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. എൻസൈമിലേറെ സബ്സ്ട്രേറ്റ് വന്നാൽ എൻസൈമിൻ്റെ വെലോസിറ്റി ഒരു പോയിന്റ് എത്തുമ്പോൾ എന്താവും, സ്റ്റോപ്പ് ആവും, അതവിടെ നിൽക്കും. അതാണ് അടുത്ത ഫാക്ടർ, വെലോസിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റിൻ്റെ എണ്ണം കൂടിയാൽ എൻസൈമിൻ്റെ റിയാക്ഷൻ എന്താവും, സ്റ്റോപ്പ് ആവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒപ്റ്റിമം pH-ഉം ഒപ്റ്റിമം ടെമ്പറേച്ചറും ഈ രണ്ട് ഗ്രാഫും നോക്കണം. ഗ്രാഫ് അതേപോലെ പിക്ചർ തന്നിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് എൻസൈം ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. എൻസൈം ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാലോ, എൻസൈമിൻ്റെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് വിളിക്കുക, എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുക.
സോ നമ്മൾ ഫാക്ടേഴ്സിൽ ഒപ്റ്റിമം പി എച്ച് ആൻഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ പറഞ്ഞു. ഫാക്ടേഴ്സിൽ ഫസ്റ്റ് ഒരു ഫാക്ടർ ആയിരുന്നു ഒരു ലെവൽ ഓഫ് പി എച്ച് എത്തുമ്പോൾ എൻസൈം മാക്സിമം ആക്ടിവിറ്റി കാണിക്കും. ആ ലെവൽ ഓഫ് പി എച്ചിനെ ഒപ്റ്റിമം പി എച്ച് എന്ന് വിളിച്ചു. ഒരു ലെവൽ ഓഫ് ടെമ്പറേച്ചർ എത്തുമ്പോൾ എൻസൈം എന്ത് കാണിച്ചു? മാക്സിമം ആക്ടിവിറ്റി കാണിച്ചു. അതിനെന്ത് വിളിച്ചു? ഒപ്റ്റിമം ടെമ്പറേച്ചറും ഒപ്റ്റിമം പി എച്ച്. അങ്ങനെ ഈ രണ്ട് ഫാക്ടറാണ് ഫസ്റ്റത്തെ. രണ്ടാമത്തെ ഫാക്ടറാണ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. അത് ഞാൻ പറഞ്ഞു തന്നു. ഒരു എൻസൈം സബ്സ്ട്രേറ്റ് ഇങ്ങനെ വന്നു, സബ്സ്ട്രേറ്റ് എൻസൈം ഇങ്ങനെ ക്ലോസ് ആയി. അപ്പം എൻ്റെ അടുത്ത് 3 എൻസൈമും 5 സബ്സ്ട്രേറ്റും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എൻസൈമും സബ്സ്ട്രേറ്റും ഇങ്ങനെ ബൈൻഡ് ചെയ്ത് പോകും. പക്ഷേ ബാക്കിയായി 2 സബ്സ്ട്രേറ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട് ശ്രദ്ധിച്ചിരുന്നോ? എൻസൈമിൻ്റെ റിയാക്ഷൻ ഇങ്ങനെ സംഭവിക്കുകയാണ്. എൻസൈമിൻ്റെ റിയാക്ഷൻ സംഭവിച്ച് ഇവിടെ ഒരുപാട് ഫോർ എക്സാമ്പിൾ ഇത്രയും സബ്സ്ട്രേറ്റ് ഉണ്ട്, ഇത്രയും എൻസൈമും ഉണ്ട്. ഓക്കെ, എക്സ്ട്രാ 2 സബ്സ്ട്രേറ്റ് ഉണ്ട്. ഇതും തമ്മിൽ ബൈൻഡായി, ഇത് തമ്മിൽ ബൈൻഡായി 2 സബ്സ്ട്രേറ്റ് ബാക്കിയായി. കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇങ്ങനെ കൂടി. അപ്പോൾ എൻസൈമിൻ്റെ റിയാക്ഷൻ ഇങ്ങനെ നടക്കും. അവസാനം ബൈൻഡ് ചെയ്യാൻ എൻസൈം ഒന്നുമില്ല. അവിടെ എൻസൈമിൻ്റെ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. അവിടുത്തെ എൻസൈമിൻ്റെ വെലോസിറ്റി എത്ര എന്ന ക്വസ്റ്റ്യൻ വരും. വെലോസിറ്റി മാക്സിമം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഈ ഒരു ഗ്രാഫിൽ വെലോസിറ്റി മാക്സിമം എന്ന് തന്നിട്ടുണ്ട്. ബട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആക്ടിവേഷൻ എനർജിൻ്റെ ഗ്രാഫ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ വെലോസിറ്റി മാക്സിമം ഇത് കഴിഞ്ഞാലുള്ള മറ്റൊരു പോയിന്റ് ആണുള്ളത്. നമുക്ക് നോക്കാം. ഇൻഹിബിറ്റേഴ്സ്. ഇൻഹിബിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റോപ്പ് ചെയ്യുക, ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻസൈമിൻ്റെ പ്രവർത്തനം നിർത്തുന്ന എല്ലാത്തിനെയും എന്ത് വിളിക്കും? ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കും. സോ നമുക്ക് എൻസൈമിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു? എൻസൈം ഒരു സബ്സ്ട്രേറ്റ് ഇങ്ങനെ വരും, എൻസൈമുമായിട്ട് ബൈൻഡായി സബ്സ്ട്രേറ്റിന് കുറച്ച് ചേഞ്ചസ് വരും. എന്തായി പുറത്തേക്ക് പോകും? പ്രോഡക്റ്റ് ആയി പോകും. എന്ത് പ്രോഡക്റ്റ്? എൻഡ് പ്രോഡക്റ്റ് നമ്മൾ വിളിച്ചു. അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ റിയാക്ഷൻ ഇങ്ങനെ നടക്കുക. റിയാക്ഷൻ ഓവറായി നടന്നു. നമുക്ക് ആ റിയാക്ഷൻ നിർത്താൻ നമ്മൾ കൊണ്ടുവരുന്ന ആളാണ് ആര്? ഇൻഹിബിറ്റേഴ്സ്. ഇൻഹിബിറ്റേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഒരു സാധാ എൻസൈം റിയാക്ഷൻ, എൻസൈം സബ്സ്ട്രേറ്റ് തമ്മിൽ ബൈൻഡായി എൻസൈം സബ്സ്ട്രേറ്റ് ഇങ്ങനെ ഫോം ചെയ്തു, അവസാനം എൻഡ് പ്രോഡക്റ്റിനെ പുറത്തേക്ക് വിട്ടു. ഈ റിയാക്ഷൻ ഇങ്ങനെ നടക്കുകയാണ്. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവരുന്ന ഇൻഹിബിറ്ററിന് പ്രത്യേകത ഉണ്ട്. ഇൻഹിബിറ്റർ കണ്ടാൽ ആരെ പോലെ തന്നെ ഇരിക്കും? സബ്സ്ട്രേറ്റിനെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ എൻസൈമിൻ്റെ അടുത്തേക്ക് ഇത് സബ്സ്ട്രേറ്റ് ആയിരുന്നു ഫസ്റ്റ് റിയാക്ഷനിൽ, നമ്മൾ ഇൻഹിബിറ്റേഴ്സിനെ കൊടുത്തു. അപ്പോൾ എൻസൈം ഇത് സബ്സ്ട്രേറ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഇൻഹിബിഷനെ ഉള്ളിലേക്ക് വിടും. ഈ ഇൻഹിബിറ്റേഴ്സിനെ ആരെ പോലെ തന്നെയാണ്? സബ്സ്ട്രേറ്റിനെ പോലെ തന്നെയാണ്. അപ്പോൾ സാധാ റിയാക്ഷൻ നടക്കണ പോലെ സബ്സ്ട്രേറ്റ് ആണ് വരുന്നത് എന്ന് വിചാരിച്ച് എൻസൈം ഇതിനെങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്നു? ഇൻഹിബിറ്റർ ആണ് കയറിയത്. ഇൻഹിബിറ്റർ കയറി ഇതിൻ്റെ ഉള്ളിലെത്തിയിട്ടാണ് പണി തുടങ്ങുക. എന്ത് ചെയ്യും? എൻസൈമിൻ്റെ ആക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എൻസൈമിൻ്റെ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സബ്സ്ട്രേറ്റിനെ പോലെ തന്നെ വന്നിട്ട് എൻസൈമിൻ്റെ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുക. സബ്സ്ട്രേറ്റിനെ പോലെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് ഇതിനെ വിളിക്കും. ഇത് NCERT യൂസ് ചെയ്ത ടേമാണ്. അപ്പോൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാറ്റുകളിൽ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്താണെന്ന് ചോദിക്കാം. കണ്ടാൽ ആരെ പോലെ തന്നെയാണ്? സബ്സ്ട്രേറ്റിനെ പോലെ തന്നെയാണ്. പക്ഷേ റിയാക്ഷൻ ആണോ നടക്കുന്നത്? അല്ല, റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാണ്, ഇൻഹിബിറ്റ് ചെയ്യാണ്. പിന്നെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിന് ഒരു എക്സാമ്പിൾ ചോദിക്കും. എക്സാമ്പിൾ നോക്കുക. സക്സിനിക് ഡീഹൈഡ്രോജിനേസ് എന്ന റിയാക്ഷൻ നടക്കുകയാണ്. ഈ റിയാക്ഷനിൽ മാലോനേറ്റ് ആണ് എന്ത്? ഇൻഹിബിറ്റർ. മാലോനേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ ഈ റിയാക്ഷനിൽ ഡീഹൈഡ്രോജിനേസിൻ്റെ അടുത്തേക്ക് വരുന്നത് സക്സിനിക്കാണ്. അപ്പം മാലോനേറ്റിനെ കാണാൻ ആരെ പോലെ തന്നെയാണ്? മാലോനേറ്റിനെ കാണാൻ സക്സിനിക്കിനെ പോലെ തന്നെയാണ്. അപ്പോൾ നോക്കിക്കോ, ഡീഹൈഡ്രോജിനേസും സക്സിനിക്കും ഇങ്ങനെ വരും, റിയാക്ഷൻ നടക്കും. പക്ഷേ ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സക്സിനിക്കിനെ പോലെ തന്നെ കാണാനുള്ള മാലോനേറ്റ് നമ്മൾ അയക്കുന്നു. റിയാക്ഷൻ എന്തായി? സ്റ്റോപ്പായി. അപ്പോൾ റിയാക്ഷൻ, എൻസൈമിൻ്റെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ത് വിളിക്കും? ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മളിപ്പം ഓൾമോസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും കോർ കണ്ടന്റ് നമ്മൾ പിടിച്ചു. കോർ കണ്ടന്റിൽ നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് എൻസൈം. എൻസൈം എന്ന് പറഞ്ഞാൽ എന്ത് കാറ്റലിസ്റ്റ് ആയിരുന്നു? ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിരുന്നു. എൻസൈം ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ബയോ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന കാറ്റലിസ്റ്റിനൊക്കെ എന്ത് വിളിക്കാം? എൻസൈം എന്ന് വിളിക്കാം. ഓക്കെ, എൻസൈം എന്താണെന്ന് പറഞ്ഞു, സബ്സ്ട്രേറ്റ് എന്താണെന്ന് പറഞ്ഞു. എൻസൈമിൻ്റെ അടുത്തേക്ക് വരുന്നതിനെയാണ് എന്ത് വിളിക്കുക? സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുക. എൻസൈമിൻ്റെ അടുത്തേക്ക് വന്നു, എവിടെയാണോ ഇത് വന്നു ചേരുന്നത് ആ സ്ഥലത്തിന് എന്ത് വിളിക്കും? ആക്റ്റീവ് സൈറ്റ്. എൻസൈം സബ്സ്ട്രേറ്റ് വരുന്ന സ്ഥലം ആക്റ്റീവ് സൈറ്റ്. എൻസൈം ആക്റ്റീവ് സൈറ്റ്, സബ്സ്ട്രേറ്റ് വന്നു, ഇങ്ങനെ എൻസൈമിൻ്റെ ഷേപ്പ് മാറി ഇങ്ങനെ നല്ല ടൈറ്റായി നിൽക്കുകയാണ്. ടൈറ്റായി നിന്നിട്ട് ഇതിനെന്തായി മാറും? ചെറിയ ചേഞ്ചസ് വരും. ചേഞ്ചസ് വന്നിട്ട് ഈ സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുമ്പോൾ അതെന്തായി? എൻഡ് പ്രോഡക്റ്റ് ആയി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ഐഡിയ. ബേസിക് ഐഡിയാസ് നമ്മൾ ആക്ടിവേഷൻ എനർജിൻ്റെ ഗ്രാഫ് നോക്കാതെ എക്സാമിന് കയറുകയേ ചെയ്യരുത്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഒരു 99% ഈ ക്വസ്റ്റ്യൻ വരും എന്ന് ഉറപ്പിച്ച് പോയിക്കോളി. കാരണം ആക്ടിവേഷൻ എനർജിയിൽ 2 റിയാക്ഷൻ തരും. ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യവും ഇനി വരാനുള്ള ചാൻസ്
എങ്ങനെയാണ്, രണ്ട് റിയാക്ഷനിൽ ഏത് റിയാക്ഷനാണ് എൻസൈം കാരണം നടക്കുന്നത്. ഇങ്ങനെ ഒരു ഗ്രാഫല്ലേ ഉണ്ടായിരുന്നത്, ഇങ്ങനെ ഇതിലെ ഏറ്റവും ചെറിയ ഗ്രാഫാണ് എന്തിനു സഹായിക്കുക, എൻസൈമിന്റെ സഹായത്തോടെ നടക്കുക. ബിക്കോസ് എന്താണ്, പെട്ടെന്ന് പ്രോഡക്റ്റ് ആവുന്നുണ്ട്. പെട്ടെന്ന് പ്രോഡക്റ്റ് ആവണമെങ്കിൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ ആര് വരണം, എൻസൈം വരണം. ഇനിയുള്ളതാണ് ഫാക്ടേഴ്സ് ഒപ്റ്റിമം pH, ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒരു പോയിന്റ് എത്തുമ്പോൾ മാക്സിമം പെർഫോമൻസിൽ, ഒരു മാക്സിമം pH എത്തുമ്പോൾ എൻസൈമിന്റെ റിയാക്ഷൻ നല്ലോണം ഉണ്ടാവും. ആ pH എന്ത് വിളിക്കും, ഒപ്റ്റിമം pH എന്ന് വിളിക്കും. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ എൻസൈം മാക്സിമം റിയാക്ഷൻ കാണിക്കും, അതിനെന്ത് വിളിക്കും, ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കും. പിന്നുള്ളതാണ് ഇൻഹിബിറ്റേഴ്സ്. എൻസൈം സബ്സ്ട്രേറ്റ് വരുന്ന പോലെ തന്നെ എൻസൈമിൻ്റെ റിയാക്ഷൻ സ്റ്റോപ്പ് ആക്കാൻ സഹായിക്കുന്ന സാധനമാണ് ആര്, ഇൻഹിബിറ്റേഴ്സിൻ്റെ നേച്ചർ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ കോർ കണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ, കോഫാക്ടേഴ്സ് ഓഫ് എൻസൈം, അതുപോലെ തന്നെ എൻസൈമിൻ്റെ ഷേപ്പ്, നോമൻക്ലേച്ചർ വരുന്നുണ്ട്. നോമൻക്ലേച്ചറിൽ ഏകദേശം നമുക്ക് 4-5 ഏരിയാസ് ഉണ്ട്. അതിൽ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് വെച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതും കൂടി കവർ ചെയ്തിട്ട് വേണം എക്സാമിന് ഈ ഏരിയ പോകാൻ. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് നോക്കാൻ ടൈം കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, പക്ഷേ ഈ ചാപ്റ്ററിൽ ഏത് നോക്കിയിരിക്കണം, എൻസൈം നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. ക്ലിയർ? പിന്നെ ഈ ചാപ്റ്ററിൻ്റെ അപ്ഡേഷൻസും ഇതിൻ്റെ ഫെർദർ വീഡിയോസും നമ്മൾ ഈ ചാനലിൽ വരുന്നുണ്ടാവും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫർദർ വീഡിയോസ്, ഇതിൻ്റെ ബാക്കി പ്രോട്ടീൻ ഏരിയാസ് ഒക്കെ ഉള്ളത് നമ്മൾ ഈ ഇന്റർവെൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ചാനലിൽ വരും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ആ ബെൽ ഐക്കണും കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് എന്ത് വരും, നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ഓൺ ടൈമിൽ കിട്ടും കേട്ടോ.